എന്താ മഹേഷേ ഈ ഫാനും എടുത്ത് എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ? ഓ, പൗർണമി വരയ്ക്കുന്ന കണ്ടപ്പോ ദേഹം മൊത്തം വിയർത്ത് തുടങ്ങിയല്ലേ? നിന്നെ എന്റെ കയ്യിൽ ഒറ്റയ്ക്കൊന്ന് കിട്ടിക്കോട്ടെട്ടാ, അപ്പൊ മനസ്സിലാക്കി തരാം. കുട്ടിമാളുവിന് വേർക്കണോന്ന് അതിനാ ഫാൻ കൊണ്ടുവന്ന്. പുഷ്പലതയ്ക്ക് വേണ്ടിയാണോ? വിയർക്കട്ടെ, നല്ലോണം വിയർക്കട്ടെ, അങ്ങനെയെങ്കിലും അവളെ ശരീരത്തിന്റെ വണ്ണം ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. എന്താന്ന്? അല്ല, നിനക്ക് നിന്റെ ചേച്ചിയോടുള്ള സ്നേഹം മൂത്തിട്ടേ. സ്നേഹം കൊണ്ട് അതിൽ അവസാനം തെന്നിപ്പിടഞ്ഞ് വീണ് നടുവോടിയുണ്ടാന്ന് പറയാൻ വന്നതാ. എന്താ ചേട്ടാ, വെറുതെ എന്തിനാ കൂടെ കൂടെ അവരെങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഉള്ളൂ, ചേട്ടനത് ക്ഷമിക്കേട്ടാ. ഇത്രയും വലിയ ദേഷ്യക്കാരനായിരുന്നു. ചിത്രയുടെ പടമല്ലേ ഇത്? ശ്വേതേ, അവിടെയാ പൗർണമിയില്ലേ? മുരളിയേട്ടന്റെ കൂടെ ചിത്രം ചേർത്താ വരച്ചിരിക്കുന്നേ. ഏറ്റവും ഇഷ്ടമുള്ളത് വരയ്ക്കാനല്ലായിരുന്നു മത്സരം. എന്നിട്ടിപ്പോ ചിത്രയും കൂടെ വരച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ പൗർണമിക്ക് ചിത്രം വലിയ പരിചയമില്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അളിയ ശങ്കര, ഞാൻ നിന്നെ കാണാനാ വന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പറയളിയ. നമ്മൾ ഇറങ്ങിയാല് ഏതെങ്കിലും കാര്യം സക്സസ് ആവാതിരിക്കും അളിയ. അവളുടെ ജാതകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം എന്താന്ന് പറയണം. ശ്വേത സ്കൂളിൽ പഠിച്ച കാലത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു പയ്യനുമായിട്ട് പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പയ്യനും പെണ്ണിനും എന്ത് കാര്യത്തിലാ പ്രശ്നം വരിക? അങ്ങനെ ഒരു പ്രശ്നം വന്നത് കൊണ്ട് സ്കൂളിൽ അച്ചടക്ക നടപടിയെടുത്ത് അവളെ അവിടുന്ന് സസ്പെൻഡ് ചെയ്തു. ശരി. എന്നിട്ട് അവളുടെ അച്ഛനമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് മാപ്പപേക്ഷ എഴുതി കൊടുത്തതിന് ശേഷം മാത്രമേ അവളെ സ്കൂളിൽ കയറ്റിയുള്ളൂ. എടാ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പിള്ളേർ എന്തെങ്കിലും തമാശ കാണിച്ചെന്നൊക്കെ ഇരിക്കും. അതാണ് നീ വലിയ പ്രശ്നമൊക്കെ എന്നോട് പറയുന്നത്. അത് മാത്രമല്ല അളിയ, അത് കഴിഞ്ഞിട്ട് അവള് 10th വരെ അവിടെ കണ്ടിന്യൂ ചെയ്തിട്ട് +1 പഠിക്കാൻ വേറെ സ്കൂളിലേക്ക് പോയി. വേറെ സ്കൂളിൽ പോയോ? പോയ സ്ഥലത്ത് പിന്നെ വേറൊരു പയ്യനായിട്ട് വീണ്ടും പഴയ പ്രശ്നം. ആ സ്കൂളിലോ? അതെ അളിയ. പക്ഷേ വീണ്ടും അതേ പ്രശ്നം കാരണം അവളെ അവിടുന്ന് സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഇപ്രാവശ്യം അവളുടെ അച്ഛനമ്മയും സ്കൂളിലോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. അവരെങ്ങനെ വരും? ഓരോ സ്കൂളിലും അതിനല്ലേ ചെയ്യുന്നത്. അവരെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കാൻ വേണ്ടി അവള് പല നമ്പറും ഇറക്കി നോക്കി. എന്നിട്ട് പക്ഷെ അവരതിന് വഴങ്ങിയില്ല. എന്തിന്? അവൾ ആത്മഹത്യാ ശ്രമം വരെ നടത്തി. എന്നിട്ട് പോലീസ് കേസൊന്നും ഉണ്ടായില്ലേ? ശ്വേതയുടെ അച്ഛൻ ഇഷ്ടം പോലെ കാശ് വാരി വീശിയത് കൊണ്ട് ഈ പ്രശ്നം പോലീസ് കേസ് ആവാതെ രക്ഷപ്പെട്ടു. അതിനുശേഷം അവള് സ്കൂൾ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ട് കോളേജിൽ പോയി ചേർന്നു. കോളേജിൽ പോയാ? അവിടെ നടന്നതാണ് ഹൈലൈറ്റ്. അവിടെ എന്ത് സംഭവം നടന്നു? ആ കോളേജിലെ രാജേഷ് എന്നൊരു പയ്യനുണ്ടായിരുന്നു. രാജേഷോ? അവനാണ് നമ്മുടെ യഥാർത്ഥ ഹീറോ. അവനെന്താ ചെയ്തത്? അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇവളാള് കൊള്ളാലോ. എടാ, നമുക്ക് ഈ കാര്യമെല്ലാം മുരളിയോട് പോയി പറഞ്ഞാൽ. പക്ഷെ അതിന് നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ അളിയ. അതുകൊണ്ടേ ഈ കാര്യങ്ങളെല്ലാം ശ്വേതയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിലെ ഹീറോ ആയ നമ്മുടെ രാജേഷ് ഇപ്പൊ വിദേശത്താണുള്ളത്. അവൻ ഇവിടുന്ന് വിദേശത്ത്? അതെ അളിയാ. ഇത്രയും ചെയ്തിട്ട് അവനെ വിദേശത്ത് പറഞ്ഞു വിട്ട് ഇവിടെ നിന്ന് ആഘോഷിക്കല്ലേ? ഒന്നും അറിയാത്തൊരു പച്ച പാവത്തിനെ പോലെ ഇവിടെ വന്നിട്ട് പൗർണമി ചില്ലറ പാടന്നല്ലോ പെടുത്തുന്നത്. ഇവളുടെ ഈ സ്വഭാവം വെച്ചിട്ടാണോ നമ്മുടെ മുരളി ഇവിടെ കെട്ടാൻ നടക്കുന്നത്? ഇങ്ങോട്ട് കേറി വാ. ഇവിടെ കൊണ്ടുവന്ന് വെക്കും. തുണിക്കട മൊത്തം ഉണ്ടല്ലോ. ഇത്രയും പെട്ടി? കൊറേ ഉണ്ട്. എന്തിനെത്ര തിരക്ക് കൂടണേ? അതെല്ലാം നമുക്കുള്ളതല്ലേ, പതുക്കെ തെരഞ്ഞെടുത്താ മതി. ചുമ്മാതിരിക്കും മഹേഷേ. പന്തിക്ക് മുൻപിലെന്ന മാതിരി തുണി എടുക്കുമ്പോഴും പിന്നിലാവാൻ പാടില്ല, മുന്നിൽ തന്നെ നിൽക്കണം. എങ്കിലും നല്ല ഡിസൈൻ കിട്ടും.
എല്ലാം നല്ല ഭംഗിയുള്ള സാരി സൂപ്പറാണല്ലോ. ഇതെല്ലാം എടുക്കാൻ തോന്നുന്നു. നോക്കട്ടെ, ഈ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാ. ഇത് കണ്ടോ? എടി ശ്വേതേ, എനിക്കൊരു 5 സാരി, ഇവക്കൊരു 7 സാരി, അവക്കൊരു 8 സാരി, പിന്നെ അവക്കൊരു 5 സാരി എടുക്കാണ്. എത്ര എണ്ണം വേണമെങ്കിലും എടുത്തു. കാണിക്കുന്ന കണ്ടാത്തൊന്നും ഇതുവരെ ഡ്രസ്സൊന്നും എടുത്തിട്ടേ ഇല്ലെന്ന്. ഇതിനൊക്കെ എന്താ പറയാ? ആ റെഡ് കളർ കണ്ടോ? ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന സാരി സൂപ്പറാണല്ലോ. മണിക്കുട്ടി, ഇത് എന്തിനെങ്ങനെ പുരട്ടുന്നത്? മഞ്ഞൾ തേച്ച് കുളിച്ചാ ആ കൈങ്ങന്നെ ശരീരത്തിന് നല്ലതാ. ഏത് പൂജയാണെങ്കിലും മഞ്ഞൾ ദേഹത്ത് തേച്ച് കുളിച്ചിട്ട് വേണം പൂജയ്ക്കിരിക്കാൻ. ദൈവാനുഗ്രഹം കൂടും. എന്റെ മുത്തശ്ശി അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാ. ഇതിന് അണുക്കളെ നശിപ്പിക്കാനും കഴിയുമത്രേ. അതുകൊണ്ട് ഇത് പുരട്ടിയാ ഒരു അസുഖം അടുത്തു കൂടെ വരില്ല അത്രേ. അതെനിക്കറിയില്ലായിരുന്നു. എന്താ പൗർണമി, ശ്വേതയ്ക്ക് മാത്രമേ തേച്ചു കൊടുക്കുള്ളൂ? ഞങ്ങൾക്കൊന്ന് തേച്ചു തരത്തില്ലേ? നീ എനിക്കും തേച്ചതാ. എടി പൗർണമി, എനിക്കും കൂടി തേച്ചതാല്ലേ? ഈ കയ്യിലും കൂടി, ഈ വശത്ത്, ഇവിടെയും കൂടി. അതെ പൗർണമി, ഇനി നീ ഇങ്ങ് വന്നേ, എനിക്കും പെരട്ടിട്ടോ. പെരട്ടോ. ഇവിടെ അവളെ കണ്ടില്ലേ? അതെ, എനിക്കും. ഇവിടെ, ഇനി ഇവിടെ, ഇവിടെ. ഇനി കഴുത്തിൽ തേക്ക്. എടി പൗർണമി, എനിക്കും കൂടി. നല്ല രസമുണ്ടല്ലേ? അതെ അതെ, ഇവിടെ കഴുത്തിലും കൂടെ. അയ്യോ അയ്യോ, ഇത് നീറുന്നല്ലോ. നീറുന്നു, ചൊറിയുന്നു. ഇവക്കിതെന്ത് പറ്റി? ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വെറുതെ ഇങ്ങനെ തമാശ കാണിക്കില്ലേ? ഇതിൽ ആരെങ്കിലും തമാശ കാണിക്കോ? അയ്യോ, എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. അയ്യോ, എന്റെ ദേഹവും ചൊറിയുന്നു. എനിക്ക് നല്ലോണം ചൊറിയുന്നുണ്ട്. എടി, പറഞ്ഞപോലെ ശരിയാ, എനിക്കും ചൊറിയുന്നു. നന്നായി ചൊറിയാൻ തുടങ്ങി. വല്ലാതെ ചൊറിയുന്നുണ്ട്. അയ്യോ, വല്ലാതെ ചൊറിയുന്നു. അയ്യോ, വല്ലാണ്ട് ചൊറിയുന്നു. അയ്യോ, നീ പറഞ്ഞത് ശരിയാടി, എനിക്കും ചൊറിയുന്നുണ്ടടി. ചേച്ചി, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിസ്സാരമായ ഒരു ലക്ഷ്മി പൂജ അത് നടത്തണമെന്ന് വിചാരിച്ചിട്ട് കൂടി നമ്മളെ കൊണ്ട് നടത്താൻ പറ്റുന്നില്ല. മന്ത്രച്ചരട് കെട്ടിയിട്ടും ഇത്രയും കാശ് ചെലവാക്കിയിട്ടും യാതൊരു പ്രയോജനവും ഇല്ലല്ലോ. ഇവിടെ അയൽക്കൂട്ടം നടക്കണം. ഇതിനെല്ലാം കാരണം അമ്മായിയാ. ഒരു കാരണവുമില്ലാതെ വീണ്ടും പൗർണമി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാ തെറ്റ്. എല്ലാറ്റിനും കാരണക്കാരി അവളാ. പൗർണമി ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയ അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാ ഇവിടെ. പക്ഷെ പൂജാരി ആണെങ്കിൽ ഈ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ പറയണേ. അത് പക്ഷേ വീടിന് വെളിയിലുണ്ടല്ലോ. അതിനിയും വീടിന് വെളിയിലിരുന്നോണ്ട് അകത്തേക്ക് വരുന്നത് എന്തൊക്കെ തടയുമെന്ന് ആർക്കറിയാം? ഭാഗ്യത്തിന് നമ്മുടെ റൂമില് ഫ്രൂട്ട്സും ബിസ്ക്കറ്റും റൊട്ടിയും ഒക്കെ ഒരാഴ്ചത്തേന് സ്റ്റോക്ക് ഉണ്ട്. നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇവനെയും ഇവന്റെ പൗർണമിയെയും ചേർത്ത് മോശമായിട്ട് സംസാരിച്ചു അങ്ങോട്ട് പറയടാ. എന്ത് ധൈര്യത്തോടാണ് നീ സംസാരിക്കുന്നത്? എന്നാ ഞാനത് വീണ്ടും വീണ്ടും പറയും. എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയും. അവരിങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം നീ തന്നെ. ഈ വീട്ടിൽ വെച്ച് പെണ്ണുകാണൽ നടന്നാലല്ലേ അവൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് അത് ഒഴിവാക്കുള്ളൂ. ഞാൻ ചിറ്റിയോട് സംസാരിച്ചിട്ട് ഈ പെണ്ണുകാണൽ അവിടെ വെച്ച് നടത്താം.